Hello everyone, welcome to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആൻസേഴ്സ് ടു യുവർ ഡൗട്ട്സ് റിഗാർഡിംഗ് +1 പാർട്ട് 4 ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി 3 പാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഇതിൽ പറയാത്ത എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ചെക്ക് ചെയ്യുക. അതിലും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 4 ഡൗട്ട്സ് ആണ് പറയുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡൗട്ട്, ചേച്ചി ലാംഗ്വേജ് മലയാളം ഓർ ഹിന്ദി വിച്ച് ഈസ് ബെറ്റർ എന്ന് ചോദിച്ചാൽ രണ്ടും ഓക്കെയാണ്. പക്ഷേ ഞാൻ ഹിന്ദിയാണ് എടുത്തത്. കാരണം ഞാൻ മലയാളം എന്ന് പറയുന്നത് ഒരുപാട് എഴുതാനുണ്ട്. ഒരുപാട് എഴുതാൻ വേണം, നമുക്ക് ടൈം അധികം തികയത്തുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഹിന്ദി എടുത്തത്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബെറ്റർ ഹിന്ദി ആയിരിക്കും. കാരണം ഒരുപാടൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അതിപ്പോൾ ഒരു നമുക്കിപ്പം എക്സാമിനാണെങ്കിലും 8 മാർക്സിന് ഒരു ഇതുണ്ട്. അതെന്ന് പറയുമ്പം ഒരു വലിയ പാസേജ് തരും, അത് ചെറുതാക്കി ഒരു 3/4 എഴുതുന്നതിന് 8 മാർക്കാണ്, 6 or 8 മാർക്സ് ആണ്. അപ്പം അങ്ങനത്തെ വളരെ കുറച്ച് എഴുതുന്നതിനൊക്കെ നമുക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹിന്ദിയാണ് ബെറ്റർ. ബിക്കോസ് മലയാളം നമുക്ക് ഒരുപാട് എഴുതാൻ ഉണ്ടായിരിക്കും. ഓൾസോ എക്സാംസിനൊക്കെ ഭയങ്കര സ്ട്രെസ്സായിരിക്കും. കാരണം നമ്മൾ എഴുതി തീരാൻ വേണ്ടി സമയം ഒരുപാട് എടുക്കും. പക്ഷേ ഹിന്ദി അങ്ങനെയല്ല, എളുപ്പം എഴുതി തീരും. നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതാനുള്ള ടൈമും കിട്ടും. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹിന്ദിയാണ് കുറച്ചുകൂടെ ബെറ്റർ ദാൻ മലയാളം. സോ ദെൻ +1 ടെക്സ്റ്റ് പ്രൈസ്. +1 ടെക്സ്റ്റ് സത്യം പറഞ്ഞാൽ ഞാൻ ടെക്സ്റ്റ് വാങ്ങിച്ചിട്ടില്ല. ഞാൻ ടെക്സ്റ്റ് ആകെ വാങ്ങിച്ചത് ഹിന്ദി ആൻഡ് ബയോളജിയാണ്. ബാക്കി ഫിസിക്സ്, കെമിസ്ട്രി, ഹിന്ദി, ബയോളജി, മാത്സ് ഞാൻ വായിച്ചു. ബാക്കി കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ ഞാൻ എൻ്റെ ഒരു സീനിയർ ആയിട്ടുള്ള ചേച്ചിയുടെ നിന്നാണ് വാങ്ങിച്ചത്. കൂടുതലും ആൾക്കാർ അങ്ങനെയാണ് വാങ്ങിക്കാറ്. കാരണം നമ്മൾ അധികം ടെക്സ്റ്റ് യൂസ് ചെയ്യാറില്ല. ഞാൻ തന്നെ ഫിസിക്സ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ഇനി അടുത്ത വർഷം നോക്കണം എന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പം ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയിട്ടില്ലേ. സോ നോക്കണം എന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ പ്രൈസ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. ഓക്കെ, സോ ഫിസിക്സ് 150 രൂപ ആൻഡ് കെമിസ്ട്രി പാർട്ട് 1 180, കെമിസ്ട്രി പാർട്ട് 2 120. ചിലപ്പോൾ തന്നെ കവർ പേജിൽ മാറ്റം കാണും. ഇത് ഇനിയും പ്രൈസിലും ചിലപ്പോൾ മാറ്റം കാണും. ഇത് ഞാൻ എൻ്റെ സീനിയർ ചേച്ചിയുടെ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ആ ചേച്ചി വാങ്ങിച്ചപ്പോഴത്തെ പ്രൈസാണിത്. ദെൻ ഹിന്ദി 77, ബയോളജി 240, സുവോളജിയും ബോട്ടണി ഇതിനകത്ത് തന്നെയാണ്. ഓക്കെ, ദെൻ മാത്സ് 230, ഫുൾ ഒരു പാർട്ടേ ഉള്ളൂ, ഫുൾ ചാപ്റ്റർ ഇതിനകത്തുണ്ട്. ഓക്കെ, ദെൻ ഇംഗ്ലീഷ് 108, ഒരു പാർട്ടേ ഉള്ളൂ. ആകെ 2 പാർട്ടുള്ളത് ഫിസിക്സും കെമിസ്ട്രിയാണ്. ആൻഡ് ബയോളജി, മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി എല്ലാം ഒരു പാർട്ടേ ഉള്ളൂ. ഓക്കെ, അതാണ് അപ്പോൾ ടെക്സ്റ്റിൻ്റെ പ്രൈസ്. ഇനിയിപ്പോൾ ഇതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ സ്കൂളിൽ നിന്ന് വാങ്ങിച്ചപ്പം ഞങ്ങൾക്ക് +2ലേക്കുള്ള ലാബൊക്കെ നമ്മൾ റെക്കോർഡ് എഴുതേണ്ടത് എല്ലാം കൂടി ഒരുമിച്ചാണ് വാങ്ങിച്ചത്. അപ്പോൾ അതെല്ലാം ഒരു 900 അടുപ്പിച്ചായി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, ദെൻ ബയോളജി സയൻസ് ഓർ കമ്പ്യൂട്ടർ സയൻസ് വിച്ച് ഈസ് ബെസ്റ്റ്? അങ്ങനെ ചോദിച്ചാൽ രണ്ടിനും അഡ്വാൻറ്റേജസ് ഉണ്ട്. ബയോളജി സയൻസ് എടുത്താൽ മെഡിക്കൽ ഫീൽഡിലോട്ട് പോകാം, ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ അതിൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് പോകാം. സോ രണ്ടിനും അഡ്വാൻറ്റേജസ് ഉണ്ട്. അങ്ങനെ ചോദിച്ചാൽ ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആൻഡ് കമ്പ്യൂട്ടർ സയൻസിന് അതിൻ്റേതായിട്ടുള്ള ജോബ് സ്കോപ്സ് ഒക്കെ കാണും. ബയോളജി സയൻസ് എടുത്താൽ മെഡിക്കൽ ഫീൽഡ് ആൻഡ് സയൻറ്റിസ്റ്റ്, ISRO അങ്ങനെയുള്ളതിലേക്കൊക്കെ പോവാം. അങ്ങനെയാണ്. കമ്പ്യൂട്ടർ സയൻസിനെ പറ്റി എനിക്കത് അറിയില്ല. സോ ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഓക്കെ, ദെൻ SSLC ഫിസിക്സ് ആൻഡ് ഇംഗ്ലീഷ് മാർക്സിൻ്റെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഇടുമോ? ഇതിൽ ഞാൻ പറയാം. എനിക്ക് മനസ്സിലായത് വെച്ചെന്ന് വെച്ചാൽ ഞാൻ ആൻസർ ഷീറ്റ് എടുത്തു. അപ്പോൾ അതിൽ മാർക്സ് ബേസ് ചെയ്തിട്ടുള്ള ഇതിനെ പറ്റിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ SSLCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഞാൻ എടുത്ത ആൻസർ ഷീറ്റാണുള്ളത്. അപ്പോൾ അത് വെച്ച് പറയാം. മാർക്സിനെ പറ്റി എന്ന് പറയുമ്പം 1 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ 4 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. അതാണ് പക്ഷേ എനിക്കറിയില്ല. എനിക്ക് മനസ്സിലായ രീതിയിലാണ് ഞാൻ പറയുക. ആൻഡ് ദെൻ
2 മാർക്സിൻ്റെ 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 4 എണ്ണം എഴുതിയാൽ മതി. 3 മാർക്സിൻ്റെ 5 ക്വസ്റ്റ്യനിൽ 4 എണ്ണം എഴുതിയാൽ മതി. 4 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യനിൽ 4 എണ്ണം എഴുതിയാൽ മതി. എനിക്ക് ഫിസിക്സിന് 40 ഔട്ട് ഓഫ് 40 ഉണ്ട്. എക്സ്ട്രാ എഴുതിയതിനും ഫുൾ മാർക്കുണ്ട്. അതല്ലാതെ ഇവിടെ 2 മാർക്ക് ക്വസ്റ്റ്യനിൽ ഒരെണ്ണം 1 മാർക്കേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കൺസിഡർ ചെയ്തത് എക്സ്ട്രാ എഴുതിയ ക്വസ്റ്റ്യൻ്റെ മാർക്കാണ്. ആൻഡ് 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ നമ്മൾ കണക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മളിതിൻ്റെ സൈഡിൽ തന്നെ ചെയ്യണം എന്ന് ഓൾറെഡി ആ ഒരു ആൻസർ നമുക്ക് തരുന്ന ആ ഒരു ഷീറ്റിൽ തന്നെ ഇൻസ്ട്രക്ഷൻസിൽ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്തില്ലെങ്കിലും ടെൻഷൻ അടിക്കേണ്ട, കുഴപ്പമില്ല. ആ ഒരു സ്റ്റെപ്സ്, ആ ഒരു ഇക്വേഷൻസ് ഒക്കെ എഴുതിയാൽ മതി. ദെൻ അങ്ങനെയാണ് ഫിസിക്സ് മാർക്ക് ഇടുന്നത്. ആൻഡ് അവസാനത്തെ 4 മാർക്കിനൊക്കെ നമ്മൾ എത്ര എഴുതിയെന്നല്ല കാര്യം, നമ്മൾ അതിൽ ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഡയറക്റ്റ് ആൻസർ വന്നിട്ടുണ്ടോ എന്നാണ് നോക്കുക. അപ്പോൾ അങ്ങനെയാണ് മാർക്ക് ഇടുന്നത്. ആൻഡ് നമ്മൾ ചെയ്യുന്ന കണക്കുകളൊക്കെ സ്റ്റെപ്സ് ഇതിൽ തന്നെ എഴുതുന്നത് നല്ലതായിരിക്കും. ഓക്കെ. ആൻഡ് ഫിഗേഴ്സ് വരയ്ക്കുന്നതും കുറച്ചും കൂടെ സ്കെയിലും പെൻസിലൊക്കെ ഉപയോഗിച്ച് നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള വരയ്ക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ഇംപ്രഷൻ കിട്ടും ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന്. ആൻഡ് അങ്ങനെയാണ് ഫിസിക്സ് മാർക്ക് ഇടുക. ആൻഡ് എനിക്ക് ഫിസിക്സ് 40 ഔട്ട് ഓഫ് 40 ഉണ്ട്. ഇംഗ്ലീഷ് ഏറ്റവും മാർക്ക് കുറഞ്ഞ സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. 70 ആണ് ഉള്ളത്. എനിക്ക് ഒരുപാട് മാർക്ക് പോയി ഇംഗ്ലീഷിന്. ഒരുപാട് മാർക്ക് പോയി. ലൈക്ക് 8 മാർക്സ് പോയി. അപ്പം ഡിസ്കോഴ്സസിൽ കുറച്ചൊക്കെ പോയി. അങ്ങനെ ടോട്ടൽ കുറേ പോയി മാർക്സ്. അതാണ് എനിക്ക് ഇത്രയും കുറയാൻ കാരണം. 1 മാർക്കിൽ ഒരെണ്ണം തെറ്റി, 1 മാർക്കിൽ 2 ക്വസ്റ്റ്യൻ തെറ്റി, 1 മാർക്കിൽ 2 ക്വസ്റ്റ്യൻ തെറ്റി 1 മാർക്കുള്ള. ആൻഡ് പിന്നെ ഒരു 1 മാർക്ക് 15th ക്വസ്റ്റ്യൻ 1 മാർക്ക്, അവിടെ ഒരു മാർക്ക് പോയി. ദെൻ 8 മാർക്ക് ക്വസ്റ്റ്യനിലൊക്കെ 6 മാർക്സേ കിട്ടിയിട്ടുള്ളൂ. 6 മാർക്ക് കിട്ടേണ്ടടുത്ത് 5 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ എനിക്ക് കുറച്ച് പോയി ഡിസ്കോഴ്സസിലൊക്കെ. അങ്ങനെയാണ് മാർക്ക് കുറഞ്ഞത്. ഡിസ്കോഴ്സസിലൊക്കെ മാർക്ക് കുറയ്ക്കും. ഹിന്ദിയേ ഉള്ളൂ ഗ്രാമർ നോക്കാത്തത്, പക്ഷേ ഇംഗ്ലീഷൊക്കെ ഗ്രാമർ നല്ലപോലെ നോക്കും. അപ്പം കുറച്ച് ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാർക്ക് കിട്ടും, പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കുറച്ചധികം ഗ്രാമർ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാർക്ക് കുറയ്ക്കും. മാർക്ക് കുറയ്ക്കാതിരിക്കില്ല, മാർക്ക് കുറയ്ക്കും. അങ്ങനെയാണ് ഇംഗ്ലീഷ് മാർക്കിംഗ്. ഗ്രാമർ ബേസ് ചെയ്താണ്. ഗ്രാമർ പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ മാർക്ക് കുറയ്ക്കും. ഓക്കെ. അപ്പോൾ ഇതിൽ എനിക്ക് 73 മാർക്സ് ഉണ്ട്. അവർ കൗണ്ടിങ് മിസ്റ്റേക്ക് കൂടെ ഉണ്ട്. ആൻഡ് അങ്ങനെയാണ് ഇംഗ്ലീഷ് മാർക്ക് ഇടുന്നത്. എനിക്ക് മനസ്സിലായ രീതിയിലാണ് ഞാൻ ഈ ഒരു ഡൗട്ടിന് ആൻസർ ചെയ്തിരിക്കുന്നത്. ഇതല്ല നിങ്ങൾ ഉദ്ദേശിച്ച ആൻസർ ഇതല്ല എങ്കിൽ ഒന്നും കൂടി കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ എന്ത് വേണം എന്ന് കൂടി കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.